ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് പൊടി കൊണ്ട് കലക്കി തയ്യാറാക്കിയ അച്ചപ്പമല്ല, ഞാനിത് അരച്ചെടുത്തിട്ട് തയ്യാറാക്കിയ അച്ചപ്പമാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പിയുമായിട്ടുള്ളൊരു അച്ചപ്പമാണ്. അപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചായയോടൊപ്പം ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഈ അച്ചപ്പം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കട്ടെ. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 250 ml കപ്പിന് 3 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അളവ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അരി ഇളക്കുന്ന നാഴിയില്ലേ, അതിൽ 2 നാഴി പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ മെഷറിംഗ് കപ്പിനാണെങ്കിൽ അത് 3 കപ്പ് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി എടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർക്കാൻ വെക്കണം. ഒരു ഓവർനൈറ്റ് കുതിർക്കാൻ ഇട്ടിരുന്നാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി അളന്ന കപ്പിൽ തന്നെ ഒരു 2 കപ്പ് ചിരകിയ നാളികേരവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു നാളികേരം ചിരകിയതാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ കപ്പിൽ തന്നെ നമുക്ക് 1.5 കപ്പ് വെള്ളവും കൂടി അളന്നൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ എടുത്ത കപ്പിൽ തന്നെ ഞാൻ ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ 1-ാം പാലെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഒരു സ്റ്റീൽ അരിപ്പയിൽ കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ആ അരച്ചെടുത്തതിൻ്റെ ബാക്കിയുള്ള കൊത്ത് നമുക്കൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അതിലേക്ക് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലും കൂടി എടുക്കാം. അപ്പോൾ 1-ാം പാൽ ഇതാണ്, ഇതും പിന്നെ 2-ാം പാലും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരി കുതിർക്കാനിട്ടിട്ട് 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ വെള്ളം ഒന്ന് കഴുകി കളയണം കേട്ടോ. പിന്നെ 2 വെള്ളവും കൂടി ഒന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കഴുകി കളഞ്ഞിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. 2 പാർട്ടായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യം അതിൽ നിന്നും കുറച്ച് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതിയിൽ കൂടുതൽ പച്ചരി ഞാൻ ഇതിലേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റിൽ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഉപയോഗിച്ച് അരച്ചെടുക്കാം. അപ്പോൾ അത് ആ കപ്പിൽ തന്നെ നമുക്ക് അളന്നൊഴിക്കാം. അപ്പോൾ ഇതാ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മഷി അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ അരി കുതിർത്തിട്ട് അത് പൊടിച്ചെടുത്തിട്ടൊക്കെ അരിച്ചെടുക്കുമ്പോൾ അപ്പത്തിൻ്റെ അരിപ്പിന് 2 പ്രാവശ്യം അരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ തരി പാടില്ല ഈ അച്ചപ്പത്തിന്, നമ്മൾ ഉണ്ടാക്കുന്ന അച്ചപ്പത്തിന്. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ജാറിൽ നിന്ന് മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് തേങ്ങാപ്പാൽ അളന്നൊഴിക്കാം. അപ്പോൾ ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് ഉണ്ടായിരുന്നേ. എന്നിട്ട് ബാക്കി 2-ാം പാലിൽ നിന്നും കൂടി ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 3 കപ്പ് പച്ചരിക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ട് വന്നത് കേട്ടോ. അതായത് 1.5 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ. ഈ അളവിലാണ് 3 കപ്പ് അരി ഞാൻ അരച്ചെടുത്തത്. ഇനി നമുക്ക് ഒരു മുട്ടയുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതായത് 1.5 കപ്പ് അരിക്ക് 2 കോഴിമുട്ട. എന്നിട്ട് ഇതിലേക്ക് കപ്പിന് ആദ്യം ഒരു അര കപ്പ് ഇട്ടു. പിന്നെ അതിൻ്റെ പകുതിയും കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ 250 ml കപ്പിന് 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ. നന്നായിട്ട് തന്നെ പഞ്ചസാര എത്രത്തോളം അലിഞ്ഞു കിട്ടുമോ അത്രത്തോളം നമ്മൾ ഇതുപോലെ ഒന്ന് കടഞ്ഞു കൊടുക്കണം. നന്നായിട്ട് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ രണ്ടാമത് നമ്മൾ അരച്ചില്ലേ, അത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, നല്ല മഷിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്നും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ആ മുട്ടയൊക്കെ നന്നായിട്ട് മാവിൽ പിടിച്ച് വരാനാണേ. അപ്പോൾ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് നേരെ നമ്മൾ രണ്ടാമത് അരച്ചെടുത്ത മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതുപോലെ കുലുക്കി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ നന്നായിട്ട് മാവുമായിട്ട് നന്നായിട്ട് ചേരും കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം അരച്ച ബാറ്ററിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അച്ചപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവിന് തയ്യാറാക്കുന്നില്ലേ, അതുപോലെ കുറച്ച് കട്ടിയായിരിക്കണം, അതിലും കുറച്ചും കൂടി കട്ടിയായിരിക്കണം കേട്ടോ. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എള്ള് നന്നായിട്ട് കഴുകിയിട്ട് അത് ഒന്ന് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിക്കുക. പിന്നെ ഈ മാവ് നമുക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അടച്ച് വെച്ചിരുന്നേ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടി ഒരു സൗകര്യാർത്ഥം നമ്മൾ വേറൊരു ബൗളിലേക്ക് കുറച്ച് മാവ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 1/4 ഭാഗത്തോളം ഞാൻ മാവ് കോരി ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ച് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് സൺഫ്ലവറിലോ പാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ കടായിക്ക് പകരം നമുക്ക് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി, ഇരുമ്പ് ചീനിച്ചട്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ കട്ടിയുള്ള അലായി ഉരുളിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ഒന്ന് പകുതിയോളം ചൂടാകുമ്പോൾ നമുക്ക് മുക്കി പൊരിക്കാനുള്ള അച്ച് ഇതിലേക്ക് താഴ്ത്തിയിട്ട് കൊടുക്കണം. അച്ച് നല്ല രീതിയിൽ ചൂടാവണം. ചൂടായതിന് ശേഷമേ നമ്മൾ മാവിലേക്ക് മുക്കിയിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവൂ. എങ്കിൽ മാത്രമേ അച്ചിൽ നിന്ന് മാവ് ഇളകി വരികയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അച്ചിത് എണ്ണയിൽ നിന്ന് ഇതുപോലെ ഒന്ന് പൊക്കിയിട്ട് ഈ മാവിൽ 1/4 ഭാഗം മാത്രമേ മുക്കിയെടുക്കാവൂ കേട്ടോ. വിളുമ്പ് വരെ മുക്കരുത്, എങ്കിൽ മാവ് ഇളകി വരില്ല. അപ്പോൾ 1/4 ഭാഗം വരെ മാവ് മുക്കിയതിന് ശേഷം കൈയുടൻ തന്നെ എണ്ണയിലേക്ക് താഴ്ത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയെ. അച്ചപ്പം നന്നായിട്ട് ഇളകി വീഴാനാണ്. എന്നിട്ട് വീണ്ടും അച്ച് നമുക്ക് എണ്ണയിൽ തന്നെ താഴ്ത്തിയിട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ അച്ചപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അടിഭാഗം നന്നായിട്ട് മൂത്ത് കിട്ടും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നമ്മളിത് മറിച്ച് ഇട്ടിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഈ സമയം നമ്മുടെ അച്ഛൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തത് നമുക്ക് മുക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ 1/4 ഭാഗം മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും ഫുള്ളാ മുക്കരുത്, എങ്കിൽ മാവ് അച്ചിൽ നിന്ന് ഇളകി വരില്ല. അപ്പോൾ അടുത്തത് ഞാൻ ഒന്ന് മുക്കിയിട്ടെ. ഈ സമയം നമുക്ക് ആദ്യം മുക്കിയിട്ട് അച്ചപ്പം നന്നായിട്ട് 2 പുറവും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ എണ്ണയിൽ നിന്നും ഒന്ന് എടുത്ത് ചരിച്ച് പിടിച്ചിട്ട് ഒരു കണ്ണാപ്പയിൽ ആക്കി കൊടുക്കാം.
എന്നിട്ട് വേറൊരു സ്ട്രെയിനറിലേക്കോ പാത്രത്തിലേക്കോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എപ്പോഴും അച്ചപ്പം പൊരിക്കുമ്പോൾ കമഴ്ത്തി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലേ എണ്ണ നന്നായിട്ട് വാർന്നു പോവുകയുള്ളൂ. അപ്പോൾ അത് അടുത്ത അച്ചപ്പവും അച്ചിൽ നിന്ന് ഇളക്കി മാറ്റി. എന്നിട്ട് അച്ച് വീണ്ടും ഞാൻ എണ്ണയിൽ തന്നെ മുക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചൂടാവുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുക്കി വീണ്ടും എണ്ണയിലേക്ക് മുക്കി കൊടുക്കാം. ലോയ്ക്കും ഹൈക്കും ഇടയ്ക്കുള്ള മീഡിയത്തിലുള്ള ഫ്ലെയിമിലാണ് വെച്ച് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അത് മുക്കി ഇളക്കുന്നതിന് മുമ്പായിട്ട് ഈ അച്ചപ്പം മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ രണ്ട് പുറവും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചപ്പം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത് ഇട്ട അച്ചപ്പം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അച്ചപ്പം മൊത്തവും പൊരിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ അച്ചപ്പത്തിന് അരച്ച മാവ് മൊത്തവും അച്ചിൽ മുക്കി ഞാൻ എല്ലാ അച്ചപ്പവും തയ്യാറാക്കി എടുത്തു. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. നല്ല കറുമുറാന്നിരിക്കും. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലൊക്കെ അടച്ചു വെച്ചിരുന്ന എത്ര മാസം വേണമെങ്കിലും ഒരു കേടുകൂടാതെ ഇരിക്കുന്ന ഒരു കറുമുറാ ഇരിക്കുന്ന ഒരു അച്ചപ്പമാണ്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചായയോടൊപ്പം നമുക്ക് തീമേശയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഈ അച്ചപ്പം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇത് അരി കുതിർത്തിട്ട് പൊടിക്കുകയോ അരിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ നല്ല കറുമുറാന്നുള്ള അച്ചപ്പം ഇവിടെ റെഡിയായി. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കേട്ടില്ലേ, ഇതിൻ്റെ പൊടിഞ്ഞ് പർപ്പിടം പോലെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്